Good evening. Good evening, Good ma'am. evening, ma'am. Good evening, ma'am. Good evening. Good evening all. ഓണത്തിന്റെ ആണോ? വളരെ കുറച്ച് പേരെ കാണുന്നത്. Okay, fine. We will start. If anyone is there to give prayer, please. Oh God, keep me happy today. Dear God, help me to do works. Dear God, bless me and my parents. Dear God, bless my teachers and friends. Dear God, give us our daily bread and forgive our sins. Oh God, and keep us all in happiness. Thank you, God, for everything. Obviously, need two people for doing signing. Is no one? മറന്നുപോയോ? സൈൻ ഇൻ ഉണ്ട്, സൈൻ ഔട്ട് ചെയ്യണം. ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു തീം സോങ്ങും പ്രിപ്പയർ ചെയ്യണം. ഈ ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ നമുക്കൊരു 10-15 minutes കൊണ്ട് നമുക്കിപ്പോ കംപ്ലീറ്റ് ആവും. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് അവർ റെക്കോർഡ്സ്. നിങ്ങൾക്ക് കിട്ടിയോ? ഇന്ന് PDF കിട്ടിയില്ലേ? ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട് PDF. അതില് യെസ്, ആദ്യത്തെ 4 റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസേ ഉള്ളൂ. 5th റെക്കോർഡ് ക്ലാസ്സിൽ ഇരുന്നാണ് നമ്മൾ എഴുതുന്നത്. സോ 5th റെക്കോർഡ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ 4 റെക്കോർഡും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. വായിച്ചിട്ട് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ആൻഡ് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ആസ്ക് യു ഇഫ് എനിവൺ ദെയർ ടു ഗിവ് സൈൻ ഇൻ. No one? Okay, we don't have much time to give like this. We'll start with the class. Okay, so നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു വെദർ വി ഓൾ ആർ നോർമൽ. ആസ് പെർ മറിയ മോണ്ടിസോറി, നോർമലൈസേഷൻ മീൻസ് ഇഫ് എ പേഴ്സൺ ഹാസ് the ability to give anything to the society which the society need most, അങ്ങനെ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ he is normalized. പെർഫെക്റ്റ് എന്നല്ല അതിന്റെ മീനിങ്. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മളുടെ ഗ്രൂപ്പിൽ അമ്മമാരുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ് നോക്കുവാണെങ്കിൽ മകളായിട്ടും അമ്മയായിട്ടും ലൈഫ് പാർട്ട്ണർ ആയിട്ടും
സിസ്റ്റർ ആയിട്ടും അങ്ങനെ പല പല റോള് ചെയ്യുന്ന ലേഡീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം അവരാ ഓരോ റോളും അത്ര ഭംഗിയായിട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ പ്രൊവൈഡിങ് വെരി ഗുഡ് തിങ് ടു ദ സൊസൈറ്റി. അവരുടെ ആ ഒരു ഫാമിലിയിൽ അവർ ചെയ്യുന്നു, അത് കമ്മ്യൂണിറ്റിയിലേക്ക് അതിന്റെ റിഫ്ലക്ഷൻ ചെല്ലുന്നു. സോ അത് ആ സൊസൈറ്റിയിലാണ് അതിന്റെ റിഫ്ലക്ഷൻസും അതിന്റെ റിസൾട്ടും ഔട്ട്കമും എല്ലാം വരുന്നത്. ദാറ്റ് മീൻസ് എവറിബഡി ഈസ് നോർമൽ ഇൻ ദാറ്റ് സെൻസ്. അതാണ് മറിയാം മോണ്ടിസോറി ഉദ്ദേശിച്ചത്. മറിയാം മോണ്ടിസോറി പറയുന്ന കൊച്ചു കുട്ടികൾ, ദാറ്റ് ഇസ് 3 to 6 years, ആ ഒരു ഏജിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും കമ്മിറ്റ്മെന്റിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഏജ് അല്ല. ബട്ട് ആ ഒരു ഏജിനനുസരിച്ച് അവർ നോർമലൈസ്ഡ് ആവുകയാണെങ്കിൽ definitely they can produce many things. The outcomes will be very good for the society if they become adult. അവർ അഡൾട്ട് ആകുമ്പോൾ അതേ ലെവലിൽ തന്നെ പോകുമ്പോൾ ഒരു അഡൾട്ട് ആയി കഴിയുമ്പോൾ they can do many things for the society. സോ അങ്ങനെ ആവുമ്പോൾ ഹോൾ വേൾഡ്, അതായത് മറിയം മോണ്ടിസോറി പറയുകയാണെങ്കിൽ ഓൾ ദ യൂണിവേഴ്സിൽ പീസ് ആൻഡ് ഹാർമണി. മറിയം മോണ്ടിസോറിയുടെ എയിം അതാണ്, ഗോൾ അതാണ്, എല്ലായിടത്തും പീസ് ആൻഡ് ഹാർമണി, ആ ഒരു ഹാപ്പിനെസ്, സമാധാനം, സന്തോഷം എല്ലായിടത്തും വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം അവര് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലെ നോർമലൈസേഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ മെനി ചിൽഡ്രൻ ആർ ഡീവിയേറ്റഡ് ഫ്രം ദിസ്. അവർക്ക് പല രീതിയിലും ഡീവിയേഷൻ സംഭവിക്കുന്നു. എപ്പോഴും അവർ വളരുന്ന എൻവയോൺമെന്റ് ആണ് അവരുടെ ഈ ഡീവിയേഷന് കാരണം. വളരുന്നത് അവർ വീട്ടിൽ നിൽക്കുമ്പോൾ, അവർ സ്കൂളിലേക്ക് വരുമ്പോൾ, അപ്പൊ സ്കൂളിൽ വരുമ്പോഴാണ് അവരെ തിരിച്ച് അതിലേക്ക് നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഫെസിലിറ്റേറ്റർക്ക് വളരെയധികം റോളുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഫെസിലിറ്റേറ്റർ പാരന്റ്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യണം. കാരണം ഇവര് സ്കൂളിൽ നിന്ന് നേരെ വീട്ടിൽ പോകുന്നു, വീട്ടിൽ ചെല്ലുമ്പോഴുള്ള എൻവയോൺമെന്റ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അത് പാരന്റ്സിൽ നിന്ന് മനസ്സിലാക്കി അവിടെ കുട്ടിക്ക് വേണ്ടുന്ന ആക്ടിവിറ്റി. അപ്പൊ എപ്പോഴും പാരന്റ്സിന്റെ സൈഡിലൊരു ഇന്റർവെൻഷൻ തീർച്ചയായിട്ടും വേണ്ടത്. പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ മനസ്സിലാകാറുണ്ട്, കുട്ടികൾക്കല്ല ക്ലാസ്സിന്റെ ആവശ്യം, പാരന്റ്സിനും ടീച്ചേഴ്സിനുമാണ് ഓറിയന്റേഷൻ വേണ്ടതെന്ന് മനസ്സിലാക്കും. പാരന്റ്സ് സംഭവം സമ്മതിക്കും, ഞങ്ങൾ ക്ലാസ്സിന് വരാൻ റെഡിയാണ്, നോ ഒഫൻസ്, ഓക്കെ ക്ലാസ്സിന് വരാൻ റെഡിയാണ് എന്നൊക്കെ പാരന്റ്സ് സമ്മതിക്കും. പക്ഷേ ചിലപ്പോൾ ഡെയിലി വേജസ് അങ്ങനെയൊക്കെ പോകുന്ന പാരന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ദിവസം അവർക്ക് ഒരു മീറ്റിംഗ് വരുമ്പോൾ അവർ ഒരു ദിവസത്തെ കൂലി അങ്ങ് പോകുമ്പോഴാണ്, അങ്ങനത്തെ നമുക്കൊരു കൺസേൺ തന്നെയാണ്. അപ്പൊ നമ്മൾ അവര് ഫ്രീ ആയിരിക്കുന്ന ദിവസം, മേ ബി സൺഡേ, എന്നാലും 100% പാരന്റ്സ് വരാറില്ല. താല്പര്യമുള്ള ചിലപ്പോൾ അച്ഛനും അമ്മയും വന്ന മീറ്റിങ്ങുകളും ഓറിയന്റേഷൻ സെഷനും ഉണ്ട്. പക്ഷേ ഡിഫിക്കൽട്ട് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അവർ ചോദിക്കും, ഞങ്ങൾക്ക് എന്തിനാ, why should we attend this type of sessions? We already had many trainings, cluster meeting, everything, so why we should attend? അതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി എണീറ്റ് നിന്ന് ടീച്ചർ എനിക്ക് ക്ലാസ് എടുക്കുന്നത് ബോറടിക്കുന്നു. ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നോട് പറയും എനിക്ക് ഒന്നും മനസ്സിലാവണില്ല, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒഴിവാക്കുവാണോ ഞാൻ ചെയ്യുന്നേണ്ടേ? ഞാൻ മാറണം. കുട്ടിയെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടോ കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നിട്ടാണല്ലോ കാരണം. ടീച്ചർ അവിടെ മാറണം. അത് പല ടീച്ചേഴ്സും ചെയ്യാറില്ല. അവരെ ടീച്ചർ എന്നുള്ള ചെയറിൽ നിന്ന് ഇറങ്ങിയിരിക്കാൻ ആരും റെഡിയാകില്ല. ഒരു പ്രോഗ്രാമിന്റെ മാം പറയണത് വളരെ കറക്റ്റ് ആണ് കേട്ടോ, ഒത്തിരി ശരിയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ കാലത്ത് വെക്കാതെ അന്നെന്ന് പറഞ്ഞ എന്തെങ്കിലും പറയാൻ തന്നെ നമുക്ക് പേടിയാണ്. നമ്മളെ വടിയെടുത്ത് അടിക്കലും ഗെറ്റ് ഔട്ട് അടിക്കലും ഒക്കെ ഉണ്ടായിട്ടുള്ള എത്ര ക്ലാസ്സുകളാണെന്നാ. ഞങ്ങളുടെ 10th ആണെങ്കിലും ഒരു നോട്ട്സ് പോലും ഇല്ലാണ്ട് ഞങ്ങൾ ലെക്ചർ നോട്ട്സ് ആണ് എഴുതിയെടുക്കണം. മനസ്സിലാകുകയും കൂടിയില്ല. ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് വന്നെടുക്കണത് ക്ലാസ്. ഈ കേന്ദ്രീയ വിദ്യാലയം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള്. അത് ഇന്നും ഇവിടെയൊക്കെ ഉണ്ട്. ഒരു ടീച്ചർ അത് ഞാൻ മാറാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഷീ ഈസ് വെരി ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് വേണം ശരിക്കും. അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്കെ നടത്തുന്നത് നല്ലതാണ് സ്കൂളുകളിലും കോളേജുകളിലും. അത് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതോറിറ്റി അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 2-3 ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്.
മേ ബി ഞാനൊരു 1/2 hour 45 minutes ഒക്കെ സെഷൻ എടുത്തിട്ടുള്ളതെങ്കിലും മോർണിംഗ് ഒരു ഫുൾ ഡേ സെഷൻ ആണ്. അപ്പൊ രാവിലെ വരുന്ന ടീച്ചേഴ്സ് ഇങ്ങനെ ഭയങ്കര ആ ഒരു ചെയറിൽ അവർ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്കോ എന്തിനാ ഒരു ഭാവമാണ്. പക്ഷേ അവർക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഈവനിങ്ങിൽ കാണണം. ഒരു ഭയങ്കരമായിട്ട് അവർ നമ്മളോട് താങ്ക്ഫുൾ ആയിരിക്കും. ഒരു ഇങ്ങനെ പറയും 10 minutes ആയത് മാമിന്റെ സെഷനിൽ. ഓരോ ടീച്ചേഴ്സിനും ഓരോ പ്രോഗ്രാം ചെയ്ത ഒരു ഫുൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളായിരിക്കില്ല, 3-4 പേര് ചേർന്ന് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത ഒരു കണ്ടന്റ് ആയിരിക്കും ആ ഒരു ഫുൾ ഡേ സെഷനിൽ വരുന്നത്. അവര് പറയും അത്രയും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടായി. കാരണം ആ മോർണിംഗ് വന്ന ചെയറിൽ ഇരുന്ന ടീച്ചർമാരല്ല വൈകുന്നേരം ആകുമ്പോൾ പോകുന്നത്. അവർ ടീച്ചർ എന്ന് പറഞ്ഞു വന്നിട്ട് ഫെസിലിറ്റേറ്റർ ആയിട്ട് തിരിച്ചു പോകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരു സന്തോഷം തോന്നുന്നു, നമ്മൾ ചെയ്തതിന് ഒരു ഔട്ട്കം ഉണ്ടായല്ലോ എന്നുള്ളത്. അതിന് റെഡി ആയിട്ട് ടീച്ചർമാരുണ്ടെങ്കിൽ നമ്മളതൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. കാരണം ആ ഒരു സ്കൂള് അല്ലെങ്കിൽ ആ ഒരു കോളേജിന് പിന്നെ ഒരു മാറ്റം വരുമോ. ടീച്ചർമാര് പലപ്പോഴും എന്നെ റെഡി ആകാറില്ല. ഞാനത് ആദ്യമേ നോ ഓഫൻസ് എന്ന് പറഞ്ഞതിനകത്ത് ടീച്ചർമാരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതിനെ റെഡിയായി ആ ഒരു മനസ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഡു മിറാക്കിൾസ്. അവർക്ക് ആ കുട്ടികളുടെ ഇടയിൽ അവർക്ക് പിന്നീട് ആ കുട്ടികളെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നായിരുന്നു അതിന്റെ പേര്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്ന് സ്റ്റോപ്പായി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഗവൺമെന്റിന്റെ ഒരു നീഡായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷന് ഫാമിലി എന്നുള്ള സിസ്റ്റം അവർക്ക് അത് ഒട്ടും അവർ ആ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവർക്ക് റിലേഷൻഷിപ്പ് ഈവൻ പാരന്റ്സിനോടാണെങ്കിലും സിബ്ലിങ്സിനോടാണെങ്കിലും എൽഡേഴ്സിനോടാണെങ്കിലും ഈവൻ ടീച്ചർമാരോടാണെങ്കിലും ആ ഒരു എന്താ പറയാ, അവർക്ക് ആ ഒരു റിലേഷൻ അവർ ഒട്ടും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടു. അപ്പൊ ഗവൺമെന്റ് ആയിട്ട് റിസോഴ്സ് ചെയ്തു ഓരോ ജില്ലയിലും 2 പേരെ വെച്ചിട്ട്, ഒരു മെയിലും ഒരു ഫീമെയിൽ, 2 കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഫീമെയിൽ കോർഡിനേറ്റർ ഞാനാണ്. എന്റെ കൂടെ ഒരു മെയിൽ കോർഡിനേറ്റർ ഉണ്ട്, മൂവാറ്റുപുഴയിൽ നിന്നുള്ളതാ. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ്, രഞ്ജിത്ത്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്ത് ബ്രെയിനില് എന്താ പറയാ ഓപ്പറേഷൻ 9 ഓപ്പറേഷൻ കഴിഞ്ഞു. 9 ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ആള് മരിച്ചു എന്നും പറഞ്ഞ് മോർച്ചറിയിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്തതായിരുന്നു. അവിടെ നിന്ന് ജീവൻ കിട്ടി തിരിച്ചു വന്നൊരു പുനർജന്മം പോലെ വന്നൊരു മനുഷ്യൻ. അദ്ദേഹം ഇപ്പം ഓൾ ഇന്ത്യ ലെവലില് ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. കാരണം കൂടുതലും ജെൻഡർ ഇക്വാലിറ്റിയുടെ ക്ലാസ്സസ് ആയതുകൊണ്ടാണ് ഓരോ ജില്ലയിൽ നിന്നും മെയിൽ ഫീമെയിൽ അങ്ങനെ സെലക്ട് ചെയ്തത്. ഞങ്ങൾ പല സ്കൂളുകളിലും എറണാകുളത്തെ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ബോർഡറും വരും, കോട്ടയം ബോർഡർ വരും, ആലപ്പുഴ ബോർഡറിൽ ഇടുക്കി ബോർഡർ വരും. ഇത്രയും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയപ്പം 1 വർഷത്തോളം അത് വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം ഇതായിരുന്നു, ടീച്ചേഴ്സിന് നല്ലൊരു ഓറിയന്റേഷൻ കൊടുക്കണം, കുട്ടികൾക്കല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾക്കത് പറയാനേ പറ്റൂ. പലയിടത്തും ടീച്ചേഴ്സ് അതിന് റെഡി ആവാറില്ല എന്നുള്ളതാണ് സത്യം. റെഡി ആയാൽ പിന്നെ നമ്മളുടെ ആവശ്യമൊന്നുമില്ല, അവർക്ക് തന്നെ ആ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റെഡിയാണ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്. പക്ഷെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് റെഡി ആകണം. ഒരു ഈഗോ ഉണ്ടാവും, ഞങ്ങൾക്ക് എന്തിനാ, ഞങ്ങള് പറയണത് ഞങ്ങൾ PG കഴിഞ്ഞു PhD കഴിഞ്ഞവരാണ്, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ട്രെയിനിങ്, അങ്ങനെ ഡയറക്റ്റ് ചോദിച്ച ടീച്ചേഴ്സ് വരെ ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. നമുക്ക് നോർമലൈസേഷൻ, ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ ഡീവിയേഷന് കാരണങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ 4th പോയിന്റ് ആയിട്ട് പൊസസീവ്നെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ എപ്പോഴും അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അഡൾട്ട് എപ്പോഴും ഒരു അതോറിറ്റേറ്റീവ് പേഴ്സൺ ആയിട്ട് എപ്പോഴും അവരുടെ ഒരു ഇഷ്ടങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കും. പാരന്റ് പുള്ളിങ് അങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ട്. അപ്പൊ കുട്ടിയുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടു. മുറിഞ്ഞു പോണം മാം, ക്ലിയർ ആവുന്നില്ല. ആണോ, എല്ലാവർക്കും ആണോ? എനിക്കൊരു സിഗ്നൽ കാണിക്കുന്നത്. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. ആണോ, ഒന്ന് നെറ്റ്വർക്ക് നമ്മളെല്ലാരും
വയേർഡ് ആയിട്ടിരിക്കുവാണല്ലോ, നെറ്റ്വർക്ക് യൂസ് ചെയ്യലേ, അവിടെ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കട്ടോ. അപ്പൊ പൊസസീവ്നെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാരന്റ് ബുള്ളിങ് ആണ് പൊസസീവ്നെസ് വന്നത്. പാരന്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് അവരെ കുട്ടികളെ ആക്കാനായിട്ട് നോക്കും. കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ അപ്പൊ നഷ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ അടുത്തത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നെക്സ്റ്റ് വൺ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളത് എന്താണെന്നുള്ളത്. ആ പോയിന്റ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? 5th വൺ. എനിവൺ? ഞാൻ വായിക്കട്ടെ. Inferiority complex. Children are very sensitive. When the adult considers the child with contempt, children may feel like a failure. In time, children evolve low self-esteem and a pure self-confidence, and they hurt by the way the adults treat them. The teacher must plan for developmentally apt activities for the children. The aim of each activity must be attainable. Standards should not be set too high. Teachers should respect the work of children. If the child gets it wrong, show him how he can accomplish it. ടീച്ചർ മ്യൂട്ടാണോ? താങ്ക് യു. കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ലൈക്ക് ഈവൻ നമ്മള് തന്നെയും എത്ര പ്രായമായാലും നമ്മൾക്കും ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആകാറുണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ലൈക്ക് കുട്ടികളാണെങ്കിലും അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ പറയും. അവരുടെ ഫീലിങ്സ്, അവരുടെ ഇഷ്ടങ്ങള്, ലൈക്സ് എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയും. പക്ഷെ പലപ്പോഴും അഡൽട്സ് കാണിക്കുന്നത് കുട്ടിയല്ലേ, അവൻ അങ്ങനെ മതി, ഇങ്ങനെ മതി, ഒരു കണ്ടംപ്റ്റ്, ലാക്ക് ഓഫ് റെസ്പെക്ട് അവിടെ വരും. അപ്പൊ അവർക്ക് അത് കുട്ടിയെ വല്ലാണ്ട് ബാധിക്കും. വല്ലാതൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. അവർക്കൊരു ഫെയിലിയർ ആവുന്ന പോലെ, അങ്ങനെ അവർക്കൊരു ലോ സെൽഫ് എസ്റ്റീം, സെൽഫ് പ്രൈഡ്, അവരുടെ തന്നെ ഒരു ആത്മാഭിമാനത്തിന് ഒരു പ്രശ്നം വരുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. കാരണം അവർക്ക് അവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര വലിയ കാര്യമായിട്ട് അവര് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു അഡൾട്ട് അയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കോ, ഇത്രയേ ഉള്ളൂ, ഇതിനാണോ, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അത് അവരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിക്കും, അവരുടെ കോൺഫിഡൻസ്. പക്ഷെ ഇപ്പോഴുള്ള മിക്ക പാരന്റ്സിനും അറിയാം കുട്ടികളുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയുള്ള രീതിയെല്ലാം മിക്ക പാരന്റ്സിനും അറിയാം. പക്ഷെ ഒരു ടൈമില് ഇത് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അഡൾട്ടിന്റെ പല ട്രീറ്റ്മെന്റ് കാരണം അത് പലപ്പോഴും ഇവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട്. സ്കൂളിൽ ഉള്ള ഫെസിലിറ്റേറ്റർ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. നമ്മളിവിടെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് ഇത് പറയുന്നത് കേട്ടോ. ബാക്കി നോർമലൈസ്ഡ്, അവർ ഓൾറെഡി നോർമലൈസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. കാരണം അവരിൽ ഇതുപോലെ ഇന്റർവെൻഷൻസ് നടത്തി, അവരുടെ പാരന്റ്സിൽ ഇതുപോലെ ഇന്റർവെൻഷൻസ് നടത്തി, അവർക്ക് വീടുകളിൽ ചില ആക്ടിവിറ്റീസ് കൊടുത്ത് അവർ നോർമലൈസ്ഡ് ആയിക്കഴിഞ്ഞു. പിന്നെ വരുന്ന ഇതുപോലെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ പിന്നെ നമ്മൾ അടുത്ത ഇന്റർവെൻഷൻ നടത്തണം. അവർക്ക് വേണ്ടുന്ന ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും ആപ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്ത് അത് പ്ലാൻ ചെയ്യണം. അതാണ് ഫെസിലിറ്റേറ്ററുടെ ഒരു ഡ്യൂട്ടി. ഞാൻ പറഞ്ഞു, ഇനി ടീച്ചർ എന്ന് വരുന്നത് തക്ക ഫെസിലിറ്റേറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ആക്ടിവിറ്റി നമ്മൾ ചുമ്മാ ആക്ടിവിറ്റി എടുക്കുകയല്ല, എടുക്കുന്ന ഓരോ ആക്ടിവിറ്റിക്കും നല്ലൊരു ഔട്ട്കം ഉണ്ടായിരിക്കണം എന്ന് കരുതി അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കരമായിട്ട് ഹൈ സ്റ്റാൻഡേർഡ് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നില്ല. കുട്ടികൾ ചെയ്യുന്ന വർക്ക് ടീച്ചർ റെസ്പെക്ട് ചെയ്യണം. കുട്ടി തെറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ കൂടിയും ഇപ്പം നമ്മൾ ഡീവിയേറ്റഡ് നോർമലൈസ്ഡ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്ത് അവർ കറക്റ്റ് ആവുന്നു. നമുക്ക് അവിടെ ഗൈഡൻസ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല, ഇന്റർവെൻഷൻ അധികം വേണ്ടി വരില്ല. പക്ഷെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ സപ്പോർട്ടും ഗൈഡൻസും അവിടെ വേണം. നമ്മൾ പറഞ്ഞു, ഒരു ഫെസിലിറ്റേറ്റർ ഒബ്സർവ് ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇന്റർവെൻ ചെയ്യണം. നോർമലൈസ്ഡിന്റെ കേസിൽ അത്യാവശ്യത്തിന് മാത്രം ഇന്റർവെൻഷൻ, പക്ഷെ ഡീവിയേറ്റഡ് കുട്ടികൾക്ക് നമ്മൾ ടൈംലി ഇന്റർവെൻഷൻ വേണം. അത് ശ്രദ്ധിക്കണം. ഫെസിലിറ്റേറ്റർ ആണെന്നും പറഞ്ഞിട്ട് ഡീവിയേറ്റഡ് കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കരുത്. അവിടെ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കേണ്ടി വരും പലതും. ഹൗ വി ക്യാൻ അച്ചീവ് ഇറ്റ്. അവന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ചെയ്യുന്ന ഇതിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് വേണ്ടുന്ന സ്റ്റെപ്സ് ആപ്റ്റ് ആയിട്ടുള്ള ടീച്ചർ എടുക്കണം.
നെക്സ്റ്റ് വൺ ഫിയർ. എനിവൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാമോ? ഫിയർ ചെറിയൊരു പാരഗ്രാഫാണ്. Fear. വായിക്കട്ടെ മാം? യെസ് പ്ലീസ്. Fear. Adults may pass a fear of a phobia to the child of something that is not injurious or harmful. Sometimes adults tell children stories to scare them into doing something. Everyone has an understanding to nature preservation against danger. ചെറുപ്പം തുടങ്ങിയ കുട്ടികളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ടായിരിക്കും കുട്ടി ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുള്ള ചില പേടികൾ ഇവര് വലുതാവുമ്പോഴും കുട്ടികളിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെ പേടിപ്പിക്കരുതെന്നാണ് പറയുന്നത്. ശരിക്കും അത്ര ഹാംഫുളും ഇൻജൂറിയസ് ആയിട്ടുള്ള രീതിയിലൊന്നല്ല പറയണത്. അങ്ങനെ ഇത് വരും, ചാക്കുഭൂതെന്നോ കോക്കാച്ചിന്നോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നും ആക്ച്വലി ഇല്ലാത്തതാണ്. നോട്ട് ഹാംഫുൾ, ഇൻജൂറിയസ് ആണ്. പക്ഷേ ചില സമയത്ത് കുട്ടികളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അഡൾട്ട്സ് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും അവരെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് കിട്ടാതിരിക്കാനോ അടങ്ങിയിരിക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. ഇത് കുട്ടികളിൽ ചിലപ്പോൾ ലൈഫ് ലോങ് ഒരു ഫിയറിന് കാരണമാകും. നമ്മൾ ചിലപ്പോൾ ചില കേസസ് കണ്ടിട്ടുണ്ടാവും. ചില കുട്ടികളിൽ അത് ഒരു ഏജ് കഴിയുമ്പോൾ അങ്ങ് മാറും, അവർക്കത് പ്രശ്നം വരില്ല. പക്ഷെ ചില കുട്ടികളിൽ ഇത് ഭയങ്കരമായിട്ട് ഇവരെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ഡേഞ്ചർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ലൈസ്, കള്ളം. ഇവിടെ അഡൾട്ട്സിന്റെ റോള് ഭയങ്കര കൂടുതലാട്ടോ ശരിക്കും പറഞ്ഞേക്കും. പൊതുവെ കാണുന്ന ഒരു ഇതാണ്, കുട്ടിയെ കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? പക്ഷെ അതെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അവിടെ ഒരു റോങ് മെസ്സേജ് കുട്ടിക്ക് കൊടുക്കുക ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുഞ്ഞ് അതെടുത്തിട്ട് പറയും, അന്ന് അങ്ങനെ എന്നെ കുട്ടി ചെയ്യിച്ചില്ലേ. അവൻ അത് നുണ പറയാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കുട്ടിക്ക് അത് കൊടുക്കുന്ന പോലെ ആയിപ്പോവും. അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാല് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയും, അല്ലെങ്കിൽ ഫോൺ അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് നമ്മള് കള്ളങ്ങൾ ചെയ്യിക്കാറുണ്ട്. അത് ശരിയായ ഒരു മെസ്സേജ് അല്ല അവരിലേക്ക് പോകുന്നത്. ഓക്കെ, ലൈസ് നമുക്ക് കുറച്ച് ഒരു 4 ലൈസോളുണ്ട്. ഞാനത് വായിച്ചു പോവാം. ഡിഫൻസ് ലൈസ്. ഫസ്റ്റ് വൺ പറയുന്നത്, ചിൽഡ്രൻ റെഫേഴ്സ് ടു ഹാവിംഗ് done something to make the adult, or lie by saying he has done something when he has not. The child is afraid of how the adult will react to the situation. ഈ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ അച്ഛനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയെ പേടിച്ചിട്ടോ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുട്ടി കള്ളം പറയും. അതായത് ഇപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോകും. അത് കുട്ടിക്ക് ഭക്ഷണം ശരിക്കും വേണ്ട, അല്ലെങ്കിൽ മരുന്നോ എന്ത് തന്നെ ആയിക്കോട്ടെ വേണ്ട, എന്നിട്ട് ആ മരുന്നെടുത്ത് കളയോ, ഭക്ഷണമാണെങ്കിൽ അതെങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ട് കഴിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും പേടിച്ചിട്ട് ഞാനത് കഴിച്ചു എന്ന് കള്ളം പറയുന്നത്. അങ്ങനെയുള്ള ഡിഫൻസ് ലൈസ്, അഡൾട്ടിനെ പേടിച്ചിട്ട് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത്. ഇതിപ്പോ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ എന്താ പറയാ, എക്സാം കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ കുട്ടി എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരാളോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് അച്ഛൻ കമ്പയർ ചെയ്യുന്നെങ്കിൽ അതിനൊക്കെ മുഴുവൻ മാർക്ക് കിട്ടുന്ന രീതിയിൽ നീ എഴുതിയിട്ടുണ്ടോ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? കുട്ടി അങ്ങ് സമ്മതിക്കുക, എനിക്ക് മുഴുവൻ മാർക്ക് കിട്ടും. പക്ഷെ അവനറിയാം അവന് അത്രയും കിട്ടില്ല എന്നറിയാം. അപ്പൊ അങ്ങനെ അഡൾട്ടിനെ പേടിച്ചിട്ട് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ ഡിഫൻസ് ലൈസ്, നുണകൾ പേടിച്ചിട്ട് പറയുന്നത്. കുട്ടിക്ക് ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസ് അവിടെ ഇല്ല. നമ്മൾ അതാണ് ശരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അവർ പലതും ഹൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നെക്സ്റ്റ് സോഷ്യൽ ലൈസ്. ഇതൊരു ലിറ്റിൽ വൈറ്റ് ലൈസ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മളെല്ലാരും പറയുന്ന കള്ളമാണ് സോഷ്യൽ ലൈസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളോട് ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഞാൻ എക്സാമ്പിൾ എപ്പോഴും പറയുന്നത് എന്നെ വെച്ചിട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ കൂടി നിങ്ങൾ പറയും ഇഷ്ടമായി എന്ന് പറയും.
അവിടെ ഒരു ഹാം ചെയ്യാനോ ഒന്നും ആരും വിചാരിക്കണില്ല. അവിടെ ഒരു വൈറ്റ് ലൈസ് ആണ്. ലൈക്ക് എന്താ പറയാ, അവർക്കൊരു വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോ നല്ല ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോ അത്ര രസം അല്ലെങ്കിൽ നമ്മൾ പറയില്ല നന്നായിട്ടുണ്ട്, കാരണം അവർക്കൊരു വിഷമം തോന്നരുതല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പറയുന്ന ഒരു നിർദോഷമായ കള്ളങ്ങൾ, അതാണ് സോഷ്യൽ ലൈസ്. അത് പല അഡൾട്ടും പറയാറുണ്ട്, കുട്ടികളും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ കേസിൽ പറയുന്ന ചിൽഡ്രൻ ആർ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള യഥാർത്ഥ കാര്യം പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് കള്ളം പറയുന്നു. അതാണ് സോഷ്യൽ ലൈസ് വരുന്നത്. എല്ലാരും പറയുന്ന കാര്യല്ലേ? നമ്മളെല്ലാം യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ ലൈസ്. ഫാന്റസി ലൈസ്. ഫാന്റസി കുട്ടികളെ ഏറ്റവും കൂടുതൽ അവർ ഇമാജിൻ ചെയ്തിട്ട് ഭയങ്കര കഥകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഥകളൊക്കെ ഉണ്ടാക്കി കള്ളം പറയുന്നതാണ് ഫാന്റസി ലൈസ്. അതായത് മുതിർന്നവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില കള്ളങ്ങളൊക്കെ പറയില്ലേ, അതാണ് ഫാന്റസി ലൈസ്. സംടൈംസ് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അവരിത് ചെയ്യാം. ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞോട്ടെ. എന്റെ അനിയൻ ചെറുതായിരുന്നപ്പോ പറഞ്ഞു എന്റെ വീട്ടില് പറക്കണ കുതിര ഉണ്ടെന്നാണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും അവന്റെ ഫ്രണ്ട്സ് കാണുമ്പോ അവന്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അവനൊരു കുട്ടിയുണ്ട്, എന്നാലും ഫ്രണ്ട്സ് കാണുമ്പോ ചോദിക്കും നിന്റെ വീട്ടിൽ ആ പറക്കണ കുതിരയില്ലേന്ന്. അത്രയും ഇമാജിനേഷൻ ആയിട്ട് അത്രയും പറഞ്ഞ് അന്ന് അവര് വിശ്വസിച്ചു ആ കഥ. അതിപ്പോഴും ഇവിടെ വീട്ടിൽ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കും. പക്ഷെ ഇതൊന്നും ആർക്കും ഒരു ഹാർംഫുൾ ആവുന്നില്ല അല്ലെ? ഈ സോഷ്യൽ ലൈസും ഫാന്റസി ലൈസും ഒന്നും ആർക്കും ഹാർംഫുൾ ആവുന്നില്ല. നെക്സ്റ്റ് സ്പിരിച്വൽ ലൈസ്. അത് ഇതുപോലെ ടീച്ചറെ, ചില കുട്ടികളെ നമ്മളിങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് കള്ളം അങ്ങനെ ആരെങ്കിലും ഇപ്പൊ നമുക്ക് വലിയ താല്പര്യമുള്ള ദിവസം ഞാൻ അന്വേഷിച്ചായിരുന്നു വിളിച്ചായിരുന്നു. എന്റെ കസിൻ സിസ്റ്ററുള്ള കല്യാണം ഇപ്പൊ കഴിഞ്ഞ് അവള് ചെറുതായ സമയത്ത് ഇതേപോലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുന്ന വഴി ചേച്ചിയുടെ ഒരു ഫ്രണ്ട് കണ്ടപ്പോ വേഗം ഓടി വന്ന് ചേച്ചിയോട് ശേഷമൊക്കെ ചോദിച്ചു നിന്നെ വിളിക്കണമെന്ന് വെച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. ആ ചേച്ചി അവിടെ നിൽക്കാറ്. പിന്നെ അമ്മ വെറുതെ ഉണ്ടല്ലേ, അമ്മ അങ്ങനെ വിളിക്കൂലെന്ന് കഴിഞ്ഞ ദിവസം അമ്മാമ്മോട് പറഞ്ഞാലേ തീർന്നില്ലേ അവിടെ? അതിനുശേഷം എപ്പോഴും അവളെ സൂക്ഷിച്ചിട്ട് പിന്നെ എല്ലാരും വർത്താനം പറയുള്ളൂ. കാരണം അവരുടെ ഒബ്സർവേഷൻ അത്രയും കീൻ ഒബ്സർവേഷൻ. അതിന് തലേ ദിവസം എന്തോ ചേച്ചി ആന്റി ആയിട്ട് സംസാരിച്ചപ്പോ ഞാൻ അവളെ വിളിക്കണില്ല എന്നങ്ങനെ എന്തോ പറഞ്ഞു. അത് കക്ഷി ക്യാച്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം ആളെ കണ്ടപ്പോ തന്നെ അപ്പൊ കഴിഞ്ഞ ദിവസം ആളുടെ കല്യാണത്തിൽ വന്നപ്പോ ഞാനിങ്ങനെ ഓർക്കും അവളാ പറഞ്ഞത്. ശരി. നെക്സ്റ്റ് സ്പിരിച്വൽ ലൈസ്. ഇത് ശരിക്കും ഡീവിയേഷന്റെ ഭാഗമായിട്ടാണ് ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ലൈസിങ് എന്ന് പറയുന്നത്. ചിലരങ്ങനെ പറയില്ല, അവർക്ക് ഫാന്റസി ലൈസും ഇല്ല ഈ പറയുന്നത്. കാരണം എല്ലാം ഓപ്പൺ അപ്പ് ആയ ചില കുട്ടികളെ കാണാറില്ലേ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പാരന്റ്സിനോട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. ചിലര് ഇതുപോലെ ഫാന്റസി ലൈസ് പറയും. അതാണ് രണ്ടായിട്ട് കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാം. നോർമലൈസ്ഡ് കിട്ട് ഇങ്ങനെ ലൈസ് പറയില്ല എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. പക്ഷെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇങ്ങനെ കൂടുതൽ കഥകൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും അവരുടെ ചൈൽഡ്ഹുഡിലെ പല ഇഷ്യൂസ് കാരണം പേടിച്ചിട്ടുള്ളതുണ്ട് ഡിഫൻസ് ലൈസ്. അല്ലാതെ അവരൊരു ഇമാജിനറി വേൾഡിൽ ആയിരിക്കും, റിയാലിറ്റിന്ന് മാറി അവര് നിൽക്കുമ്പോഴാണ് ഈ ഫാന്റസി ലൈസ് എന്ന് പറയുന്നത്. ഈ പറക്കണ കുതിര അതൊന്നും ഇതിനകത്ത് അങ്ങനെ വരില്ല കേട്ടോ. അതങ്ങനെയല്ല, അവര് ഡീവിയേറ്റഡ് ആയതുകൊണ്ടെന്നല്ല പറയുന്നത്. കാരണം മേ ബി അവര് എപ്പോഴെങ്കിലും ഒരു ഫാന്റസിയിലേക്ക് ഒരു ഇമാജിനറി ഇതിലേക്ക് പോകുമ്പോൾ അവരിൽ തന്നെ വരുന്ന ഒരു ഇതായിരിക്കും, എന്റെ വീട്ടിൽ അതുണ്ടല്ലോ നിന്റെ വീട്ടിൽ അതില്ലല്ലോ, അങ്ങനെ ഒരു പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് മിക്കവർക്കും ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് പറഞ്ഞതായിരിക്കാം. പക്ഷെ ചിലരിൽ ആ ചൈൽഡ്ഹുഡിലെ അതങ്ങ് നിൽക്കും. ഇപ്പൊ ചൈൽഡ്ഹുഡില് ഒരു ഫാന്റസി അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് വലുതാകുമ്പോ അവര് കുറച്ചുകൂടെ ഹാംഫുൾ ആവുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് അവർ ആ ഡീവിയേഷനിൽ നിന്നും മാറിയിട്ടില്ല. സിയുടെ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലെ അവൻ ഒരു ഇമാജിനറി കാര്യം പറഞ്ഞു, പക്ഷെ വലുതായപ്പോ ഹി നോസ് ദാറ്റ് അത് റിയൽ അല്ല, വാട്ട് ഈസ് റിയാലിറ്റി എന്നുള്ളത് ആൾ ഐഡന്റിഫൈ ചെയ്തു, പിന്നെ റിയാലിറ്റിയിലേക്ക് പോയി നോർമലൈസ്ഡ് ആയി. പക്ഷേ ചില കുട്ടികൾ അങ്ങനെ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാതെ അവർ ഈ ഇമാജിനറി ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലിവിങ് എൻവയോൺമെന്റ് അത്രയും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്.
അവർ വീണ്ടും അഡൾട്ട്ഹുഡിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് ഈ ഡീവിയേഷനെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം പലപ്പോഴും നേച്ചറുമായിട്ട് റിയാലിറ്റിയുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകാൻ ഭയങ്കരമായി ഡീവിയേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റാതെ വരും അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോൾ. അപ്പൊ അത് ചൈൽഡ്ഹുഡിൽ തന്നെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ആ കുട്ടികളിൽ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മളുടെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നുള്ള ഒരു പോർഷൻ. നിങ്ങൾക്ക് പാർട്ട് 4 മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്, അത് പാർട്ട് 4 ഈ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ചെറിയ ചെറിയ യൂണിറ്റ്സ് വരുന്നത് പാർട്ട് 4 ആണ്. പാർട്ട് 4 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഉണ്ട്. 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അത് ഇപ്പോഴേ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. മാം എക്സാം ഇപ്പൊ എഴുതുന്ന മോഡൽ പോലത്തെ ബബിള് ഡാർക്ക് ചെയ്യണതല്ലേ? എന്താണ് ഞാൻ കേട്ടില്ല. 2-3 കാര്യങ്ങൾ ഒരേ സമയത്ത് വരണ്ടായിരുന്നു. ആരാ എന്തൊക്കെയാ പറഞ്ഞേ? ഓരോരുത്തരായിട്ട് പറഞ്ഞേ. പാർട്ട് 4ന്റെ PDF അയച്ചിട്ടുണ്ടോ ക്ലാസ് റൂമില്? എല്ലാം അയച്ചിട്ടുണ്ടല്ലോ, ഞാൻ ചെക്ക് ചെയ്തു. ആരോ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാനത് ഒരുമിച്ച് അയച്ചിരിക്കുന്നേ തോന്നുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എക്സാം മറ്റേ റിട്ടേൺ ആണോ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഇതിൽ ചെയ്യണ മാതിരത്തെ തന്നെ ആയിരിക്കുമോ? നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകൾ ഇല്ലേ ഓരോ യൂണിറ്റ് കഴിയുമ്പോ, അതുപോലെ തന്നെയാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. എല്ലാ പാർട്ടും ഇൻക്ലൂഡഡ് ആയിട്ടേ ഫുൾ മോഡ്യൂൾ ഉണ്ടാവും. പിന്നെ ഞാനിപ്പോ എടുത്തത് പാർട്ട് 3 യൂണിറ്റ് 5 ആണ്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. 1, 2, 3, 4 ശരണ്യ മിസ് എടുക്കും. എനിക്ക് തോന്നുന്നു മിസ് എടുത്തിട്ടുണ്ടാകണം, എടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി നമുക്കൊന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ടീച്ചറെ? എന്തോ മോഡൽ എക്സാം പോലെ? ഇല്ല, മോഡൽ എക്സാം എപ്പോഴും നമ്മുടെ മെയിൻ എക്സാമിന് മുമ്പായിരിക്കും. ഓരോ മോഡ്യൂളിന് മോഡൽ എക്സാം ഇല്ല, ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ ടേം എക്സാം. മൊത്തം എത്ര എക്സാം ഉണ്ട്? എന്തോ സെറീന? മൊത്തം എത്ര എക്സാം ഉണ്ട്? ഡിപ്ലോമക്കാർക്ക് 3 മോഡ്യൂൾസ് അല്ലേ ഉള്ളൂ. അപ്പൊ 3 ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ ഓരോ എക്സാം. ഫസ്റ്റ് മോഡ്യൂൾ നമ്മളുടെ പാർട്ട് 4 കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആകും. സെക്കൻഡ് മോഡ്യൂൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്. മോഡ്യൂൾ 3 വരുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയാസ് വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം കൂടെ വരും. പിന്നെ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ആയിരിക്കും ഡിപ്ലോമക്കാർക്ക്. PG-കാർക്ക് പിന്നെ 2 മോഡ്യൂൾസ് കൂടി ഉണ്ടാവും. PG-കാർക്ക് അപ്പൊ എന്താ പറയാ, എത്ര മോഡ്യൂൾ ഉണ്ടോ അത്രയും ടേം എക്സാം ഉണ്ടാകും. ഫൈനൽ ഒരു എക്സാം, അതിന് മുമ്പ് മോഡൽ എക്സാം. രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്കിപ്പോ സെപ്റ്റംബർ ഇപ്പൊ തീരാറായില്ലേ, ഒക്ടോബർ മിഡൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിന്റെ എക്സാം ആവുമായിരിക്കണം. സ്റ്റഡി ലീവ് തരും. ഇപ്പോഴേ പഠിച്ചോളൂ. മാം എത്ര മാർക്കിന്റെ ആയിരിക്കും? 100 ഏതൊക്കെയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇട്ട് തരുമോ ടീച്ചറെ? ഗ്രൂപ്പിൽ ഇടുവോ? എങ്ങനെയാണ്? ഫസ്റ്റ് മൊഡ്യൂളിന്റെ ആ ഒരു ചാപ്റ്ററുകളെ കുറച്ച് എടുത്തതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടേ. അപ്പൊ ടീച്ചർ അന്ന് എനിക്ക് ഇട്ട് തരാൻ ഓക്കെ, ഞാൻ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ടെക്നിക്കൽ എന്തോ ഇഷ്യൂ വന്നപ്പം ഓൾറെഡി പോസ്റ്റ് ചെയ്തതൊക്കെ പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഞാൻ എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ആയിരിക്കുന്ന ഓർത്തതേ. അതൊന്നുകൂടെ ഇടാൻ പറയാം. എല്ലാ മോഡ്യൂളും നമ്മുടെ ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട് മാം. എല്ലാ PDF ഒറ്റ ഇതായിട്ട് കിടക്കുന്ന മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ പാർട്ട് 1 സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ അത് ലിസ്റ്റ് ചെയ്യാനൊന്ന് എടുക്കാം.
റെക്കോർഡ് പുതിയതെന്തെങ്കിലും പറഞ്ഞായിരുന്നു ടീച്ചറെ? കഴിഞ്ഞ കുറച്ച് ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും ഞാൻ റെക്കോർഡ് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ക്ലാസ് റൂമിൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ട് കണ്ടില്ലേ? ഇന്ന് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? ആ ഓണത്തിന് മുമ്പേ കുറച്ച് ദിവസം നഴ്സറിലെ സെലിബ്രേഷൻ ഒക്കെ അതിന്റെ തിരക്കിലായിപ്പോയി. ഞാൻ ഓണം വെക്കേഷൻ അത് ഇടാന്നാ വിചാരിച്ചത്, പക്ഷെ ഓണത്തിന് ഞാൻ പനി കിടക്കയിലായിരുന്നു, അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, കാണാലോ. നിങ്ങൾക്ക് 5 റെക്കോർഡ്സ് ആണുള്ളത്. മൈ കളക്ഷൻ ബുക്ക് അത് ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം, അല്ലെ? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത റെക്കോർഡായിരുന്നു മൈ കളക്ഷൻ ബുക്ക്. മൈ കളക്ഷൻ ബുക്കിൽ വരുന്നതാണ് പ്രോവർബ്സ്, റിഡിൽസ്, പസിൽസ്, അതെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. സെക്കൻഡ്, ഇലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. ഇതില് നിങ്ങൾ തന്നെത്താനെ എഴുതേണ്ട റൈംസ് ആണ്. പ്രെയർ ഓൾറെഡി എല്ലാരും ചെയ്തിട്ടുണ്ട്, പക്ഷെ 2 പ്രെയർ സോങ്സ് വേണം. അത് 8 തുടങ്ങി 12 ലൈൻസ്, മിനിമം 8 ലൈൻസ് എങ്കിലും വേണം, അല്ലെങ്കിൽ മാക്സിമം 12 ലൈൻസ്. ഓക്കെ. അത് ആൽഫബറ്റിക്കൽ സോങ്സ്, അത് 2 സോങ് വേണം ഇംഗ്ലീഷില്. ഒരു ടെൻഷനും വേണ്ട, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പറ്റും. എന്റെ റെക്കോർഡ്സ് മുഴുവനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കായിരുന്നു. ആൽഫബറ്റിക്കൽ സോങ്, അതായത് ABCD കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ഒരു റൈം ആക്കുവാണെങ്കിൽ, നല്ല മ്യൂസിക്കോട് കൂടി ഒരു റൈം ആക്കുവാണെങ്കിൽ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം, അതാണ് അവിടെ ചിന്തിക്കുന്നത്. പ്രൊനൗൺസിംഗ് സൗണ്ട് ആണോ ടീച്ചറെ? എന്തോ പ്രൊനൗൺസിംഗ് സൗണ്ട് ആയിട്ടാണോ അത് ആൽഫബറ്റിക് സോങ് ഉണ്ടാക്കേണ്ടത്? അതെ അതെ അതെ. അങ്ങനെ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, നമ്പർ സോങ്സ് എല്ലാം 2 എണ്ണം വീതം വേണം. നമ്പേഴ്സ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, അതിന് പറ്റുന്ന ഒരു ഇംഗ്ലീഷ് റൈം. പിന്നെ ക്യാപ്സൂൾ പോയംസ്, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവാം. ക്യാപ്സൂൾ പോയം എന്ന് പറഞ്ഞാൽ ചെറിയ 2 പോയംസ്. അത് എന്തിനെ കുറിച്ച് വേണമെങ്കിലും ആകാം. ലൈക്ക് ഇപ്പോ പൂച്ചയെ കുറിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പൂച്ചയും എലിയേയും കുറിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫ്ലവേഴ്സിനെ കുറിച്ച് ക്യാപ്സൂൾ സോങ് ഉണ്ടാക്കണോ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷൻ കാണിച്ചിട്ടുള്ള ക്യാപ്സൂൾ സോങ് ഉണ്ടാക്കണോ അങ്ങനെ ചെയ്യാം. അതൊക്കെ അതിന്റെ തീം എന്താണോ അത് നിങ്ങൾക്ക് വിട്ടിരിക്കും. പിന്നെ ഫോക്ക് സോങ്സ്, എന്താ പറയാ, നമ്മൾ നാടൻ പാട്ട് എന്ന് മലയാളത്തിൽ പറയില്ലേ, ആ രീതിയിൽ താളമൊക്കെ വരുന്ന രീതിയിലുള്ള 2 ഫോക്ക് സോങ്സ്. പിന്നെ റിഡിൽസ് ഓൾറെഡി പറഞ്ഞു, റിഡിൽ സോങ്സ്. സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന സോങ്സ് വേണം. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങളൊന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ എന്റെ റെക്കോർഡ്സ് ഇവിടെ എത്തിക്കാൻ നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എഴുതിയത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു രീതിയിൽ എഴുതാം എന്നുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ്, അത് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണുള്ളത്? നമ്മളുടെ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലത്തെ ഒരു ഇത് വരണം. അടുത്ത ലൈനിൽ അതിന്റെ ആൻസർ പറയുന്ന രീതിയിലുള്ള റൈംസ്. പിന്നെ ജനറൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സോങ്. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ്. മാം, ആ എഫ് എന്തിട്ടാ മാം? പ്രൊവൈഡ് സയന്റിഫിക് നോളജ്. സയന്റിഫിക് നോളജ്, ഏതെങ്കിലും ഒരു സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പം എന്താ പറയുക, കൊച്ചുകുട്ടികൾക്കാവുമ്പോ എന്താ ഒരു സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ എഴുതി വെച്ചത് ഞാൻ മറന്നു. സറൗണ്ടിങ്സിനെ കുറിച്ചാണോ ടീച്ചറെ? എന്തോ സറൗണ്ടിങ്സിനെ കുറിച്ച്, എൻവയോൺമെന്റിനെ കുറിച്ചുള്ളത് എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ എങ്ങനെ ബ്ലൂം ചെയ്യുന്നു, ഒരു ചെടി വളരുന്നത്, അത് ആ രീതിയിലുള്ളത് പറയാം. ബട്ടർഫ്ലൈ, അത് എന്ത് വേണമെങ്കിലും ആവാം. ടീച്ചറെ സോങ് നമ്മൾ റെഡിയാക്കേണ്ടത് മറ്റിപ്പോ പ്ലാന്റിന്റെ എഴുതുവാണെങ്കിൽ പ്ലാന്റ് പറയുന്ന രീതിയിൽ അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാം. പിന്നെ കുട്ടികളുടെ ആ ഒരു ലെവലിൽ നിന്ന് മാറരുത്, അവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണം, ഇൻട്രസ്റ്റ് ആകണം. ഇതൊക്കെ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നല്ലതായിരിക്കും, ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്, early to bed, അങ്ങനെ ആ ഒരു റൈമൊക്കെ കേട്ടിട്ടില്ലേ? early to rise എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ
ക്ലീൻ വാട്ടർ, അതങ്ങനെ അങ്ങനെ എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമോ അത് വെച്ചിട്ടുള്ള റൈം വേണം. പിന്നെ അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, വലിയ ആൾക്കാരൊക്കെ ഇല്ലേ, ഇപ്പൊ മദർ തെരേസ, മറിയാം മോണ്ടിസോറി, മഹാത്മാഗാന്ധി, ജീസസ് ക്രൈസ്റ്റ്, നബി, അങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. കുട്ടികൾക്ക് കൂടുതൽ ഫെമിലർ ആയിട്ടുള്ള, അവർ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഫെമിലർ ആയിട്ടുള്ള ഗ്രേറ്റ് പീപ്പിൾ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നെഹ്റു, ഗാന്ധിജി, ജീസസ് ക്രൈസ്റ്റ്, നബി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് അവർ ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറ്റിയുള്ള റൈംസ് ചെയ്യാം. അവരിലേക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻസ് നമുക്ക് ഇതുപോലുള്ള റൈംസിലൂടെ കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇനി ഈ രീതിയിൽ പറഞ്ഞത്. പിന്നെ അനിമൽസിനെ കുറിച്ച് ചെയ്യാം, ബേർഡ്സിനെ കുറിച്ച് അവരുടെ ശബ്ദം വെച്ചിട്ട് നമുക്ക് റൈംസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ശബ്ദം ഏത് അനിമലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പ്രെയർ സോങ് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് 2 എണ്ണം വേണം. അതോടുകൂടി ആ റെക്കോർഡ് കഴിയും. പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാല് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക് എന്നാണ്. നമ്മൾ എന്ത് സോങ് ആണോ എഴുതുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പിക്ചർ നമ്മൾ പേസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് വരയ്ക്കാം, വരച്ചിട്ട് കളർ ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സോങ്ങുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പിക്ചർ ഏതെങ്കിലും മാഗസീനിലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. ഇറ്റ്സ് അപ് ടു യു. ഞാൻ കുറെയൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കണം. എനിക്ക് ഭയങ്കര വരയ്ക്കാനൊന്നും അറിയില്ലാത്ത കാരണം അങ്ങനെ ചെയ്തു. പിന്നെ കളർ അല്ലാത്ത പിക്ചർ ക്രയോൺസ് വെച്ച് കളർ ചെയ്തു മാത്രം. എപ്പോഴും കളർ ചെയ്യുന്ന പിക്ചർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ റെക്കോർഡ് ബുക്കിന്റെ ബാക്ക് സൈഡിലേക്ക് ആ കളർ വന്ന്, കാരണം നമ്മളിപ്പോ റെക്കോർഡിങ്ങിന് ഇരിക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്മൾ പിക്ചർ വരച്ചു കളർ ചെയ്തു എന്ന് വിചാരിച്ചു, നമ്മളുടെ അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ അതിന് മുമ്പിലത്തെ ഏതെങ്കിലും ഡീറ്റെയിൽസ് എഴുതിയേക്കുന്നതായിരിക്കും. അപ്പൊ കളർ ഈ പേജിലേക്ക് വരരുത്. അത് ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായില്ലേ? നമ്മൾ കളർ ചെയ്യുമ്പോഴേക്കും അതിന്റെ ബാക്കിൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വൺ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അതിലേക്ക് ആ കളർ പോയി അത് ആവരുത്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അതിന് മാം നമ്മള് പഴയ എക്സ്റേ ഫിലിം ഉണ്ടെങ്കിൽ വെച്ചിട്ട് വരച്ചാൽ മതി, അപ്പൊ ശരിയാകും അല്ലെ? കുഴപ്പമില്ല. സൊല്യൂഷൻ ഇസ് ദെയർ. അനിമൽസ്, ബേർഡ്സ്, പ്രെയർ സോങ് എല്ലാം കഴിയില്ല. ഓക്കെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സും പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ റൈമാണ് ഇത്രയും നേരം പറഞ്ഞത്, പോയംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇനി സ്റ്റോറി ബുക്കാണ്. ഈ 2 റെക്കോർഡിലാണ്, അതായത് ഇല്ലുസ്ട്രേറ്റഡ് റൈം, ഇല്ലുസ്ട്രേറ്റഡ് സ്റ്റോറി ബുക്ക്, ഇതിലാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം കൊടുക്കേണ്ടത്. ബാക്കിയുള്ള റെക്കോർഡ്സ് ഒന്നും പ്രശ്നമില്ല. ഈ 2 റെക്കോർഡിലാണ് ഒരു ഫെസിലിറ്റേറ്റ് ക്രിയേറ്റിവിറ്റി മാക്സിമം കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, എല്ലാ കഴിവുകളും. അപ്പൊ അപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇത് ഓരോന്ന് മതി കേട്ടോ. റൈമിന് നമ്മൾ 2 എണ്ണം എന്ന് പറഞ്ഞു, ഇവിടെ സ്റ്റോറിയാണ് എഴുതാൻ പോകുന്നത്, അത് ഓരോന്ന് മതി. മോറൽ സ്റ്റോറി, നമ്മൾ ആ കൊടുക്കുന്ന കഥയ്ക്ക് ഒരു മോറൽ വരണം, അതിന് പറ്റുന്നൊരു സ്റ്റോറി. സെക്കൻഡ് വൺ, അത് നിങ്ങളുടെ സ്വന്തമാകണം എന്നില്ല, കാരണം ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറിയാണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചരിത്രപരമായ ഏതെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് എഴുതാം. ഞാൻ തെന്നാലി രാമന്റെ ഒരു സ്റ്റോറി ആയിരുന്നു എഴുതിയിരുന്നത്, ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി ആയിട്ട്. അത് മാത്രം നമുക്ക് എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്യാം, ബാക്കിയെല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ പിക്ചോറിയൽ സ്റ്റോറി വളരെ ഈസിയാണിത്. പിക്ചോറിയൽ സ്റ്റോറി അവിടെ പിക്ചേഴ്സുമാണ് കൂടുതൽ വേണ്ടത്. അതും നിങ്ങൾ അഡാപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കഥയുണ്ടല്ലോ, മറ്റേ മങ്കിയും ക്രോക്കഡൈലും ബ്രെയിൻ മരത്തിന്റെ മുകളിലാണ് വെച്ചിട്ട് പോകുന്നത്. ആ കഥയുടെ കുറെ പിക്ചർ അവിടെ എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. ആ പിക്ചോറിയൽ സ്റ്റോറി, ഹിസ്റ്റോറിക്കൽ സ്റ്റോറി നിങ്ങൾക്ക് ആ രീതിയിൽ സെലക്ട് ചെയ്യാം, നോ പ്രോബ്ലം. എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്യാം. ഈ നൊമാഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നാടോടി കഥ. ഓക്കെ. കമ്പാരിസൺ സ്റ്റോറി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ കമ്പാരിസൺ സ്റ്റോറി എന്താണ് എഴുതിയെന്നുള്ളത് അത് ഞാൻ എന്റെ റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. പിന്നെ ഈ കഥകളെല്ലാം ചെറിയ ചെറിയ കഥകളായിരുന്നു കേട്ടോ, മോറൽ സ്റ്റോറി ഒക്കെ, നൊമാഡ് സ്റ്റോറി ഒക്കെ. പിക്ചർ ഒട്ടിക്കണല്ലേ? ഒരു വശത്തല്ലേ ഒട്ടിക്കാൻ പാടുള്ളൂ. പിക്ചോറിയൽ സ്റ്റോറിക്ക് നിങ്ങൾക്ക് 2 sides യൂസ് ചെയ്യാം. 2 sides യൂസ് ഒറ്റ പേജിൽ തന്നെ അല്ലേ? ബാക്കിയുള്ള സ്റ്റോറികൾക്കെല്ലാം ലെഫ്റ്റ് സൈഡിൽ തന്നെ
പിക്ചർ ഒട്ടിക്കുക, റൈറ്റ് സൈഡിൽ എഴുതുക. പിക്ചോറിയൽ സ്റ്റോറി നമ്മൾ LKG UKG പിള്ളേരുടെ ടെക്സ്റ്റുകളിൽ ചിലപ്പോൾ കാണും. പിക്ചർ ആയിരിക്കും പിക്ചർ ആയിരിക്കും കൂടുതൽ. അതിന്റെ താഴെ ചെറിയ ചെറിയ സെന്റൻസുകളെ മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടു വശം ഒട്ടിക്കാം അല്ലെ? സി, അതായത് പിക്ചോറിയൽ സ്റ്റോറി ബോത്ത് സൈഡ്സ് യൂസ് ചെയ്യാം, എന്നാലേ നമുക്ക് അത് തീരുള്ളൂ. ഒരു ലോങ് സ്റ്റോറി ഇവരെ എഴുതിയ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫിനേക്കാളും വലിയൊരു കഥ, നീണ്ട കഥ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സ്റ്റോറി സോങ്, അത് ഇവിടെയാണ് സോങ് വരുന്നത്. പാട്ടിലൂടെ ഒരു കഥ പറയണം. സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറി, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, ഇതും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. ഈ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ എന്നുള്ളത് അഡാപ്റ്റ് ചെയ്യാം. അത് പഴയ, ഞാൻ അംബേദ്കറുടെ എന്തോ കഥയാ, ചെറുപ്പത്തിലെ ഒരു ഇൻസിഡന്റ്. അത് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ആരുടെയും മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. ഞാനത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയത്. ഒരു ദാഹിച്ചിങ്ങനെ ഓടിപ്പോയി കിണറിൽ നിന്നങ്ങാണ്ട് വെള്ളം കുടിക്കൂ, അങ്ങനെ ചെയ്തപ്പോ നാട്ടുകാരന് ആ കിണറ് ലോ കാസ്റ്റിലുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതും കുട്ടിയിട്ട് ഓടിക്കുന്നതോ അങ്ങനെ എന്തോ ഒരു കഥയാണ് എഴുതിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. റെക്കോർഡ് നോക്കാം. ഏതൊക്കെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം? ദി ഹിസ്റ്റോറിക്കൽ, ഒരു മിത്തോളജി സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി, പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. അത് ഈ 3 എണ്ണം എവിടെന്നെങ്കിലും എടുക്കാം. ബാക്കിയെല്ലാം ഓൺ ക്രിയേഷൻ ആയിരിക്കണം. പിന്നെ സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്, അത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. നമുക്ക് ബാലരമയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറേ കഥകൾ ഇങ്ങനെ അനിമൽസ് ബേർഡ്സിന്റെ കാണും. അത് തന്നെ എഴുതാതെ നമ്മളുടെ സ്റ്റോറിയിൽ ഏതൊക്കെ അനിമൽ അല്ലെങ്കിൽ ബേർഡ് ക്യാരക്ടറായിട്ട് വേണം അവരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കുക. ഞാന് എന്താ പറയുക, ഫ്രണ്ട്സ് ആയിട്ട് അനിമൽസും ബേർഡ്സും എന്നിട്ട് അവരെ കോമൺ ഒരു കഥയുണ്ടല്ലോ, വേട്ടക്കാർ വന്ന് ഉപദ്രവിക്കാൻ വരുന്നത്, ഇവര് പരസ്പരം സഹായിച്ച് രക്ഷപ്പെടുമ്പോ, അങ്ങനെ എന്തോ ആണ് എഴുതിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അതർ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കഥ അല്ലാതെ എഴുതാം. നെക്സ്റ്റ് പിന്നെ വേണ്ടത് 3 കാര്യങ്ങളാണ്. നോവൽ വേണം, ഡ്രാമ സ്ക്രിപ്റ്റ് വേണം, മൈം വേണം. നോവൽ എന്ന് പറയുമ്പോൾ കുറെ പാർട്സ് ഒക്കെ ഉണ്ടാവും. അതായത് സാധാരണ കഥ ചിലപ്പോൾ 1 പേജ് 1.5 പേജിൽ തീരുവാണെങ്കിൽ നോവൽ ഒരു 2-3-4 പേജിൽ നമുക്കത് വേണം. കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള നോവൽ ആയിരിക്കണം. ചാപ്റ്റർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഓരോ ചാപ്റ്ററിനും ഇപ്പം ഇത് 3 ഇല്ലസ്ട്രേഷൻസ് വെച്ച് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, ഒരു ചാപ്റ്ററിന് ഒരു പിക്ചറൊക്കെ പറ്റിയുള്ളെങ്കിലും സാരമില്ല. ഡിപ്പെൻസ്, നിങ്ങളുടെ കഥയുടെ ഒരു കണ്ടന്റ് അനുസരിച്ച് യു ക്യാൻ സെലക്ട് ദ പിക്ചർ. ഓക്കെ, 3 തന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം ഓർത്താൽ മതി. മാം, നോവലും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണോ? യു പീപ്പിൾ ക്യാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കാരണം എന്റെ വിഷമം എന്താ വെച്ചാല്, ഓൺലൈൻ അല്ലേ, ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ഈ റെക്കോർഡ് മുഴുവൻ എന്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്യുന്നു, ഞാൻ ഇതൊക്കെ വായിച്ച് രസിക്കുന്നു. പക്ഷെ അതെനിക്ക് നടക്കണില്ലല്ലോ. ഇത്രയും പേര് ഓൺലൈൻ ആയിട്ട് എങ്ങനെ ഞാൻ വായിക്കും? ഓക്കെ, നെക്സ്റ്റ് ഡ്രാമ സ്ക്രിപ്റ്റ്. അത് നല്ല ഡ്രാമയ്ക്ക് പറ്റുന്ന എന്ത് ചെയ്യുമ്പോഴും അതിലൊരു മോറൽ സ്റ്റോറി എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ എങ്കിലും നമ്മൾ എഴുതുന്നതിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടന്റ്, ലൈക്ക് ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവന് അതിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ തയ്യാറാക്കാൻ നോക്കുക. നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലാസ്സിൽ ആ ഡ്രാമ ചെയ്യിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ, ആ മൈമ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഡ്രാമ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അത് ബ്രാക്കറ്റിൽ കൊടുത്തില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ ഡ്രാമ പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ ആ ഡ്രാമയിലുള്ള ക്യാരക്ടേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള മാസ്ക് നമുക്ക് ഉണ്ടാക്കണം. മാസ്ക് ആയിരിക്കണം ആ ഡ്രാമ ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡ്രാമ ഈസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ് ആണെങ്കിൽ നമുക്ക് മാസ്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. അതല്ല അച്ഛൻ, അമ്മ, കുട്ടി അല്ലെങ്കിൽ സ്കൂള് അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് എങ്കിൽ അങ്ങനെ ഒരു ടീച്ചറിന്റെ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള മാസ്കുകൾ ഉണ്ടാക്കാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ. ഇപ്പൊ നമുക്ക് മാസ്ക് അല്ല, കുട്ടികളെ ഇനി അതിനനുസരിച്ച് ഫാഷൻ ആക്കുവാണ്, ഡ്രസ്സിങ് അങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ മാസ്കിനെ പറ്റി എഴുതാത്തത്. ആനിമൽസ് ആണ് നമ്മളുടെ ഡ്രാമയിലെ ക്യാരക്ടേഴ്സ് എങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് മാസ്ക്. നെക്സ്റ്റ് മൈം. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. മൈമൊക്കെ ചെയ്യാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. കാരണം ഒരു പ്രത്യേക ആക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ
സംസാരം ഇല്ലല്ലോ അധികം. പക്ഷെ അതിന് സ്ക്രിപ്റ്റ് വേണം. കാരണം ആ സ്ക്രിപ്റ്റിനനുസരിച്ച് വേണം ആക്ഷൻ കാണിക്കാൻ. അവിടെ ഡയലോഗ്സ് ഇല്ലെങ്കിലും നമ്മളുടെ സ്ക്രിപ്റ്റിൽ നമ്മൾ അത് കാണിക്കണം, എന്താണ് ആക്ഷൻ എന്നുള്ളത് എഴുതണം ആ ഒരു രീതിയിൽ. ട്രൈ ചെയ്യപ്പോഴേ എപ്പോഴേ തന്നെ അതിനെപ്പറ്റി ആലോചിച്ച് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഈ 2 റെക്കോർഡ്സ് ആണ് നിങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം വരുന്ന റെക്കോർഡ്സ് ആണ്. കമ്പാരിസൺ സ്റ്റോറി ഒന്നും പറയാവോ? കമ്പാരിസൺ സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, എന്റെ റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുക, അവിടെ ടീച്ചർമാർക്ക് റെഫർ ചെയ്യാൻ കൊടുത്തതാണ്. ഞാൻ അത് എന്താണ് എഴുതിയെന്ന് എനിക്ക് ഒരു ഓർമ്മ കിട്ടുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ എന്റെ ഓർമ്മയെന്ന് പറഞ്ഞത്. കമ്പാരിസൺ സ്റ്റോറി, ഞാനൊരു സ്റ്റോറി എഴുതിയിരുന്നു. അതാണോ കമ്പാരിസൺ സ്റ്റോറി ആയിട്ട് ഉള്ളത്, അതോ അത് മോറൽ സ്റ്റോറി ആയിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എഴുതിയ സ്റ്റോറി ഇതായിരുന്നു. ഒരു ഗാർഡൻ, ആ ഗാർഡനില് ജാസ്മിൻ ഫ്ലവറും ഉണ്ട്, നിറയെ ജാസ്മിൻ ഫ്ലവർ ഉണ്ട്, മുല്ലപ്പൂ നിറയെ ഉണ്ട്, അതുപോലെ തന്നെ റോസ് ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ ഗാർഡന്റെ അടുത്ത് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ അവിടെ കളിക്കും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോ ബോൾ കളിക്കുമായിരുന്നു. അവരുടെ ബോൾ ഈ ഗാർഡനിലേക്ക് തെറിച്ചു വന്നു. അവര് ബോൾ എടുക്കാനായിട്ട് വരുമ്പോഴേക്കും നിറയെ മുല്ലപ്പൂ നിൽക്കുന്നുണ്ട്, നിറയെ റോസും ഉണ്ട്. അപ്പൊ ഈ ജാസ്മിൻ ഫ്ലവറിന് ഭയങ്കര അഹങ്കാരമായിരുന്നു. കാരണം നല്ല മണമാണ്, ആളുകൾ എന്നെ തലയിൽ വെക്കുന്നു, അങ്ങനെ എനിക്ക് നല്ല മണമാണ് അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഇത് അഹങ്കരിക്കും. റോസ് ഫ്ലവറിനെ കളിയാക്കും, നിനക്ക് മുള്ളല്ലേ ദേഹം മുഴുവൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. ലൈക്ക് അങ്ങനെ വന്ന് കുട്ടികള് ബോൾ എടുക്കാനായിട്ട് വരുമ്പോഴേക്കും ജാസ്മിൻ ഫ്ലവർ കാണുന്നു, റോസ് ഫ്ലവർ കാണുന്നു. പൂ കാണുമ്പോൾ ആക്ച്വലി അവരത് പൊട്ടിക്കാനായിട്ട് പറിച്ചെടുക്കാനായിട്ട് നോക്കുമ്പോ റോസ് ഫ്ലവർ പറിക്കാൻ ചെന്നപ്പോഴേക്കും മുള്ളു കൊണ്ട് അവരത് ഉപേക്ഷിച്ചു. മുള്ളു കൊണ്ട് കാരണം കുട്ടികൾക്ക് വേദന എടുത്തു. അവര് മുല്ലപ്പൂ നിറയെ പറിച്ചുകൊണ്ടങ്ങ് പോയി. അപ്പം ബാക്കി നിന്ന മുല്ലച്ചെടിയിൽ അവിടെ എവിടെയൊക്കെ മുല്ലപ്പൂക്കൾ ഉണ്ടായിരുന്നു, അവര് ഭയങ്കരമായിട്ട് അവര് അന്ന് നാണം കിട്ടുപോയി. കാരണം നേച്ചർ ഗോഡ് റോസ് ഫ്ലവറിന് കനിഞ്ഞ് നൽകിയ ഒരു ബ്ലെസ്സിങ് ആണ് ഈ തോൺസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ജാസ്മിൻ ഫ്ലവേഴ്സ് അഹങ്കരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതാണോ കമ്പാരിസൺ സ്റ്റോറി ആയിട്ട് എന്നെ എഴുതിയെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ആ എഴുതിയ ഒരു കഥയിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ എല്ലാ സ്റ്റോറീസും ഞാൻ എന്റെ കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ റെക്കോർഡ് ഒന്ന് കൊണ്ടുവരട്ടെ കേട്ടോ. നെക്സ്റ്റ് വൺ, ഇത് വളരെ കുറെ ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു റെക്കോർഡാണ്. 4th വൺ. 5th വണ്ണിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാത്തത് നമ്മളത് ക്ലാസ് റൂമിൽ ഇരുന്ന് എഴുതുന്നുണ്ട്. നമ്മളുടെ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്ന മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള റെക്കോർഡാണ് 5th വൺ, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. ഇത് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. നിങ്ങൾ കളിക്കുടുക്ക കണ്ടിട്ടില്ലേ? കളിക്കുടുക്ക കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ട് എല്ലാരും. അതിലെങ്ങനെയാ ഇങ്ങനെ കൊടുക്കും, കുട്ടികൾ അത് കളർ ചെയ്യുന്നു, കുത്തുകളിലൂടെ വരയ്ക്കുന്നു, നമ്പർ ഉണ്ടെങ്കിൽ നമ്പറുകൾ വരച്ച് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നു, ഒളിഞ്ഞിരിക്കുന്ന ക്രീച്ചറിനെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ലെറ്റർ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം അവര് ചെയ്യുക, കുട്ടികളാണ് അതിനെ കണ്ടുപിടിച്ച് അതെല്ലാം ഫുള്ളാക്കുന്നത് അല്ലെ. നമ്മുടെ ഈ 4th റെക്കോർഡും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒന്നും കംപ്ലീറ്റഡ് ആവരുത്, ഒന്നിനും ആൻസർ ഇല്ല, നമുക്കിവിടെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതാണ് 4th റെക്കോർഡിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എളുപ്പമാകും. ഓക്കെ, പറഞ്ഞുതരാം. അതിന്റെ ഫസ്റ്റ് വൺ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ. അവിടെ യു ഷുഡ് പേസ്റ്റ് ഓർ ഡ്രോ ആൻ ഇൻകംപ്ലീറ്റ് പിക്ചർ ഓഫ് എനിത്തിങ് ലൈക്ക് ബേർഡ്സ് ഓർ അനിമൽസ് എക്സെട്ര. അതായത് ഒരു പിക്ചർ നമ്മൾ വരയ്ക്കോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യണം, അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഫിഷിനെ വരയ്ക്കാന്ന് വിചാരിച്ചു, വലിയൊരു ഫിഷിന്റെ പകുതി ഭാഗമേ വരച്ചിട്ടുണ്ടാവണം, ബാക്കി ഇങ്ങനെ ചുമ്മാ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കണം, കളർ ഒന്നും ചെയ്യാതെ ചുമ്മാ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു ഫിഷ്. കാണിച്ച മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ റെക്കോർഡ് ബുക്കില് ഒരു റാബിറ്റ് ആയിരുന്നു. കാണാമോ ശരിക്കും? കാണാമോ?
ആ റാബിറ്റിന്റെ തലയിലുള്ള ചെവിയുടെ ഭാഗമൊക്കെ ഡോട്ടഡ് ലൈൻസ് ആണ്, പിന്നെ കളർ ചെയ്തിട്ടില്ല. അപ്പൊ പിക്ചർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ക്ലിയർ ആയോ? കാണുന്നില്ലല്ലോ മാം. കാണുന്നില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആയിട്ട് ഇപ്പൊ കാണാമോ? കാണാലോ. നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്യുക. ആ പിക്ചർ ഇൻകംപ്ലീറ്റ് ആയിരിക്കണം. കാരണം ഇവിടെ ഇപ്പൊ ഇതിന്റെ ചെവിയൊക്കെ ഡോട്ടഡ് ലൈൻസ് ആ ഡോട്ടഡ് ലൈൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി ബോർഡ് ലൈൻസ് ആക്കണം. ബോഡിയിലും കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. പിന്നെ ഇത് കളർ ചെയ്യില്ല. ഫസ്റ്റ് വൺ അതാണ്. നിങ്ങൾക്ക് എന്തും സെലക്ട് ചെയ്യാം. ഫ്ലവർ എടുക്കണോ, എന്തും കുട്ടികൾക്ക് എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റുന്ന എന്തും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓൺലി നമ്മളിവിടെ ആക്ടിവിറ്റി മാത്രം ചെയ്തു വെക്കുക. അത് കുട്ടികളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ റെക്കോർഡിൽ അത് നമ്മൾ വെക്കുക. വരയ്ക്കോ ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം, കട്ട് ചെയ്ത് എവിടെ നിന്നെങ്കിലും എടുക്കാൻ കിട്ടുവാണെങ്കിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യോ, അങ്ങനെ എന്തും ചെയ്യാം. നെക്സ്റ്റ് വൺ വേർഡ് പസിൽ ആണ്. വേർഡ് പസിൽ there are 3 birds, animals hidden in the alphabet shown. ഇത് കണ്ടോ? ഒരു ബോക്സിനകത്ത് കുറേ ആൽഫബറ്റ്സ് നമ്മൾ എഴുതി വെക്കുക. അർത്ഥമൊന്നുമില്ല കേട്ടോ അതിന്. യു ക്യാൻ യൂസ് ബോത്ത് സൈഡ്സ്. ഈ റെക്കോർഡിന് നിങ്ങൾക്ക് 2 സൈഡും യൂസ് ചെയ്യാം കേട്ടോ. ലെഫ്റ്റും റൈറ്റും. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റിൽ നിന്നാണ്. ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു രീതിയിൽ ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സൈഡും ഉപയോഗിക്കാം. ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് കുറേ ലെറ്റേഴ്സ് എഴുതുക. എന്നിട്ട് കുട്ടികളോട് അതിനകത്ത് ഇത് മാമിന്റെ ബുക്കാണോ മാം? ഞാൻ പഠിച്ച ബുക്കാ. മോണ്ടിസോറിക്ക് ഞാൻ പഠിച്ച ബുക്കാ. പ്രാക്ടിക്കൽ ബുക്കായിരുന്നു. ഇതിനകത്തുനിന്ന് ഒളിഞ്ഞിരിക്കുന്ന 3 ബേർഡ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. ഞങ്ങൾക്ക് പക്ഷെ ഇത് തന്നെ കോപ്പി ചെയ്യരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇതിന് പകരം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു പുതിയത് ഈ റെക്കോർഡിന് മാത്രം. അപ്പൊ ഇതിനിവിടെ റാബിറ്റ് തന്നെ ചെയ്യരുത്, വേറെ ഏതെങ്കിലും അനിമലോ ബേർഡോ യൂസ് ചെയ്യുക. പിന്നെ ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കരുത്, വേറെ എടുക്കുക, അങ്ങനെ പറഞ്ഞു. മോഡൽ മാത്രം നമ്മൾ തന്നെ പുതിയത് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇതിനകത്ത് ക്രോ ഉണ്ട്, ഔൾ ഉണ്ട്, പാരറ്റ് ഉണ്ട്. അങ്ങനെ 3 ബേർഡ്സ് ആണ് ഈ വേർഡ്സിൽ ഒളിഞ്ഞിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് ക്ലിയർ ആയോ? വേർഡ് പസിൽ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇത് കാണാമോ? താഴെ ഒരു ബോക്സിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആണേ. ഈ കുറെ ഒബ്ജക്ട്സ് ഇവിടെ ഉണ്ട്. നമുക്കത് പലതും എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഇതിന്റെ പേര് ഈ ക്രോസ് വേർഡിലുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. ക്ലിയർ ആയോ? താഴെ ഒരു ക്രോസ് വേർഡ് ആണ്. അതിൽ ഫുൾ ആൽഫബറ്റ്സ് ആണ്. അപ്പൊ ഈ മുകളിലുള്ള പിക്ചർ നോക്കിയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷ് ഉണ്ട്. ഈ മുകളിലുള്ള പിക്ചറിൽ ഫിഷ് ഉണ്ട്. അപ്പൊ ഫിഷ് എന്നുള്ളത് ഈ ക്രോസ് വേർഡിൽ എവിടെയോ ഉണ്ട്. അപ്പൊ FISH അടുത്ത് കിടക്കുന്നത് റൗണ്ട് ചെയ്യോ കളർ ചെയ്യോ. ഫിഷിന് നമ്മളിപ്പോ ഗ്രീൻ കളറാ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഗ്രീൻ കൊണ്ട് ആ ഫിഷ് എന്നുള്ള ലെറ്റർ വരുന്ന ബോക്സസ് കളർ ചെയ്യാം. ആ ആക്ടിവിറ്റി ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ വേണ്ടത് ആദ്യം സെലക്ട് ചെയ്യുക. നമ്മൾ ഏതൊക്കെ പിക്ചർ ആണ് ഉദ്ദേശിക്കുന്നത് ആ പിക്ചർ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കുക. അത് ഒട്ടിക്കുക മാത്രമല്ല ആ പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് നമ്മൾ താഴെ എഴുതുകയും വേണം. അവിടെ എവിടെയായിട്ടൊക്കെ എഴുതി വെച്ച് ബാക്കിയുള്ള പോർഷനിൽ വേറെ ലെറ്റേഴ്സ് ഒക്കെ ഫില്ല് ചെയ്ത് ആ ക്രോസ് വേർഡ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇത് കുട്ടികളെ കൊണ്ട് കണ്ടുപിടിപ്പിക്കുക. ഈ പിക്ചറിന്റെ പേര് ഈ ബോക്സിൽ ക്രോസ് വേർഡിലുണ്ട്. അത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് ഇഷ്ടമുള്ള ക്രയോൺസ് എടുത്തിട്ട് കളർ ചെയ്യുക എന്നുള്ളത്. റെക്കോർഡ് ബുക്കിൽ അത് ചെയ്യിക്കരുത്. റെക്കോർഡ് ബുക്ക് നമുക്ക് കീപ്പ് ചെയ്യാനുള്ളതാ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സിമിലർ ആക്ടിവിറ്റി വേറൊരു ചാർട്ട് പേപ്പറിലോ എഴുതിക്കൊണ്ട് പോയിട്ട് വേണം നമ്മൾ കുട്ടികളെ ചെയ്യിക്കാൻ. അല്ലെങ്കിൽ കുട്ടികൾ റെക്കോർഡ് ബുക്കിൽ അവർ ക്രയോൺസ് ഒക്കെ വെച്ച്
അവരവരുടെ കുഞ്ഞു കൈ കൊണ്ട് ചെയ്യിപ്പിടിക്കുക, അവരത്ര ഇതായിട്ട് ചെയ്യില്ലല്ലോ. ആ ഒരു പെർഫെക്ഷൻ, അവരുടെ പെർഫെക്ഷൻ അതാണെന്ന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ അവർ വരച്ച് ആക്കരുത്. അത് നമുക്ക് റെഫറൻസ് ഉള്ളതാണ് റെക്കോർഡ് ബുക്ക്. നമ്മൾ ആക്ടിവിറ്റി ചെയ്യിക്കാൻ നമ്മൾ സെപ്പറേറ്റ് സ്കൂളിൽ പോകുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുപോകണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ, മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എനിക്ക് ഓർമ്മയില്ല. നമുക്ക് 12 മാസങ്ങളുണ്ട്. അപ്പൊ ചൈൽഡ് ലേബർ, ചൈൽഡ് ബേക്കിംഗ്, അപ്പൊ അതിന് അത് നല്ലതല്ല, അത് നടക്കരുത്. അപ്പൊ ആ ഒരു രീതിയിൽ അതിന്റെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് കുറെ മെസ്സേജസും കോഡ്സും എല്ലാം കിട്ടും. നിങ്ങൾ ഓരോ മാസത്തിലും ആ കോഡ്സ് എഴുതിയിട്ട് നമ്മളുടെ എന്താ പറയാ ഒരു അക്കാദമിക് ഇയർ കലണ്ടർ പോലെയോ അല്ലെങ്കിൽ പുതിയ ഇനിയിപ്പോ അടുത്ത വർഷത്തെ കലണ്ടർ ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം. 2025 കലണ്ടർ ആക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പുതിയ കലണ്ടർ ആയിട്ട് അതായിരിക്കും നല്ലത്. നമ്മുടെ ഈ വർഷം കഴിയാറായല്ലോ. പെട്ടെന്ന് ക്ലിയർ ആയോ? കലണ്ടർ ക്ലിയർ ആയോ? ഇല്ല മാം, ഒന്നുകൂടെ പറയാമോ? ഇല്ല മാം, അത് എന്താ മാം കലണ്ടറിൽ എന്താ ചെയ്യേണ്ടത്? എന്താ പർപ്പസ് 12 മാസം ഉണ്ടല്ലോ, കലണ്ടറിനകത്ത് നമുക്ക് വേണ്ടത് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. അത് രണ്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. ബാലവേലയും അതുപോലെ തന്നെ കുട്ടികള് ഭിക്ഷയെടുക്കുന്നതും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന, അതായത് കുട്ടികളുടെ പഠനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോ കുട്ടികളുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല നല്ല കോഡ്സ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. കോഡ്സ് കണക്റ്റഡ് വിത്ത് ചൈൽഡ് എഡ്യൂക്കേഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നല്ല നല്ല കോഡ്സ് കിട്ടും, കോഡ്സ് മെസ്സേജ് ഒക്കെ കിട്ടും. അത് ഓരോ മന്തില് ജാനുവരി നമ്മൾ കലണ്ടർ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വർഷത്തെ കലണ്ടറിൽ ഓരോ ഡേ 1 തുടങ്ങി 30 വരെ അല്ലെങ്കിൽ 31 വരെയുള്ള ഡേ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ച് കോളം വരയ്ക്കുക കലണ്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ റെക്കോർഡ് ബുക്കിലെ ഓരോ പേജ് ഓരോ മന്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഓരോ ഡേക്കും നമ്മൾ കോട്ട് എഴുതണം. കോട്ട് എഴുതണം. അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതോ കുട്ടികളുടെ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കണം. അതായത് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ് ആയിരിക്കണം. ഒരു മന്തിന് ഒരു കോട്ടല്ല, ഓരോ ഡേയ്സിനും വേണം. അല്ല, ഒരു മന്തിന് ഒരു കോട്ട്. ചോദിച്ചത് ഞാൻ. ഒരു മന്തില് ഒരു ഡേക്ക് നമ്മൾ കോട്ട് എടുക്കണത് മന്ത്ലി കോട്ട് മതിയോ? 12 കോട്ട് മതി നമുക്ക്. നിങ്ങൾക്ക് ഫൈനൽ ഇതിന് ലാസ്റ്റ് ഒരു പേജ് നല്ല മറിയാം മോണ്ടിസോറിയുടെ ഒരു കോട്ടായിട്ട് ചുമ്മാ ഒരു പേജ് വെക്കണം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. യു ക്യാൻ ഇംപ്രൊവൈസ്. ഈ തന്നിരിക്കുന്ന എല്ലാം നിങ്ങൾക്കായിട്ട് പുതിയ പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഈ റെക്കോർഡ് ബുക്കില് 12 പേജസ് ഇതിനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, 12 പേജിൽ ഈ ആക്ടിവിറ്റി വരും. വേണമെങ്കിൽ കലണ്ടർ ഒന്ന് ചെറുതാക്കാമെങ്കിൽ ഒരു പേജിൽ 2 മന്ത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം അല്ലെ. നീളമുള്ള ബുക്കല്ലേ, വേണമെങ്കിൽ കാണിക്കാം. അത് പിന്നീടുള്ള ആക്ടിവിറ്റീസ് നോക്കിയിട്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. ഇത് ഈ കോട്ട് നമ്മള് ഒരു കോട്ട് എഴുതിയാ പോരെ ഒരു മന്തിന്? മതി മതി, ഒരു കോട്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു, വരയിടാത്ത ബുക്ക് മതിയായിരുന്നു ഈ ഒരു റെക്കോർഡിന് അല്ലെ. ഞാനത് പറയാൻ വിട്ടുപോയി. ഫുൾ അൺറൂൾഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു ഈ റെക്കോർഡ്. ശരിയല്ലേ? വരയ്ക്കാനും പിക്ചർ പേസ്റ്റ് ചെയ്യാനൊക്കെ നല്ലത് വരയിടാത്തതായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അൺറൂൾഡ് റെക്കോർഡ് കിട്ടുമോ? അറിയില്ല, ഞാൻ എന്തിലാ വരച്ചതെന്ന് എനിക്ക് ഇവിടെ ഓർമ്മിട്ടുണ്ട്. ഓൾറെഡി വാങ്ങിച്ചവരൊന്നും മാറ്റണ്ട, അതിൽ തന്നെ മതി, കുഴപ്പമൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് ക്രയോൺസോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യാം. കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിലൊന്നും ചെയ്താൽ ഞാന് വാങ്ങിച്ചത് ക്ലാസ്മേറ്റിന്റെ ഫുൾ അൺറൂൾഡ് ആണ്. അതില് കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല, ഒന്നും മാറ്റണ്ട. വാങ്ങിച്ചൊന്നും മാറ്റണ്ട. ഇത് ഇങ്ങനെ പടം വരയ്ക്കലും ഒട്ടിക്കലൊക്കെ ആയതുകൊണ്ട് വരയിടാത്തതാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നന്നായിരിക്കും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ,
ഒരു ഫുൾ പിക്ചറിന്റെ പല പല പാർട്സ് അവിടെ ഇവിടെ ഒട്ടിച്ചിട്ട് അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതില്ലേ. ദ പിക്ചർ ഷോസ് പാർട്സ് ഓഫ് എ ഡ്രോയിങ്ങിനെ പല പല 3-4 കഷ്ണങ്ങളായിട്ട് മാറ്റിയിട്ട് അവിടെ എവിടെയായിട്ട് വെക്കും. എന്നിട്ട് അത് കറക്റ്റ് ആക്കാനായിട്ടൊക്കെ പറയുന്ന ആക്ടിവിറ്റി. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. നെക്സ്റ്റ് വൺ ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒരു ഇനി പറഞ്ഞതിന്റെ ഇപ്പൊ പറഞ്ഞത് ഇതാണേ. ഇങ്ങനെ പല പല പാർട്സ് ആയി ഒരു സ്നേക്ക് ആയിരുന്നു, പല പല പാർട്സ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ചു കുട്ടികളെ കൊണ്ട് അത് ഒരുമിച്ചാക്കുക. ഇനി ഇത് ഇവിടെ ഒരു ഡോഗിനെ കൊടുത്തിട്ടുണ്ട്. ഈ ഡോഗിനെ പോലെ ഒരു 4 എണ്ണം, പക്ഷേ ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് എന്തൊക്കെയാന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. കാലിന്റെ വ്യത്യാസമുണ്ട്, വാലിന്റെ വ്യത്യാസം, അങ്ങനെ പിന്നെ ഈ മൂക്കിന്റെ ഭാഗത്ത് വ്യത്യാസം, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ 4ഉം ഇതുപോലെ ഇരിക്കുന്നു, പക്ഷെ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അത് കുട്ടികളോട് കണ്ടുപിടിക്കാനുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. മിസ് ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യണം. അതായത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പിക്ചേഴ്സ് വേണ്ട, പിക്ചേഴ്സ് അവിടെ ഇവിടെ ഒട്ടിച്ച് അതന്നെ അതൊരു ആക്ടിവിറ്റി അവിടെ വെച്ച് തീർന്നു. നമ്മൾ അത് കറക്റ്റ് ചെയ്തതൊന്നും പൊട്ടിക്കണ്ട. വേണ്ട വേണ്ട. ഓക്കെ, താങ്ക് യു. ഓരോ റെക്കോർഡ് ഒരു കാര്യം മാം, പിന്നെ ഈ കലണ്ടറിന്റെ അത് ഒരു എക്സാമ്പിൾ ഞങ്ങൾക്ക് ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ട് തരാൻ പറ്റുമോ? കലണ്ടർ തരാം. ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരണേ. ഓക്കെ തരാം. എനിക്ക് നല്ലൊരു സജഷൻ ഇവിടെ വന്നു കേട്ടോ. ഓരോ റെക്കോർഡ് കഴിഞ്ഞിട്ട് പറയുവാണെങ്കിൽ നന്നായിരുന്നു. ആക്ച്വലി ഞാനത് ഒരുമിച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് റെക്കോർഡ് കുറെ പേര് കംപ്ലീറ്റ് ചെയ്തു, കുറെ പേര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ചില പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് അടുത്ത റെക്കോർഡിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം പോവുക. നെക്സ്റ്റ് ഏപ്രിലല്ല 10 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഡിപ്ലോമക്കാര് 10 months ആകുമ്പോഴേക്കും അവരുടെ തീരുമല്ലോ. പിന്നെ അവർക്ക് ബാക്കി റെക്കോർഡിന്റെ ബാക്കി അല്ലറ ചില്ലറ വർക്കുകളും. പക്ഷെ PGക്കാർക്ക് പിന്നെയും ടോപ്പിക്സ് ഉണ്ട്. ഇതിന്റെ ഒപ്പം പാരലായിട്ട് റെക്കോർഡ് പോകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഇതിനൊരു ഡേറ്റ് ഇപ്പൊ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യേണ്ടതാണ് 2 എണ്ണം ഇല്ലസ്ട്രേറ്റഡ്. ഇത് എളുപ്പമായതുകൊണ്ട് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ചിലർക്ക് തോന്നും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഇല്ലസ്ട്രേഷനും റൈം ബുക്കിനും സ്റ്റോറിക്കും കൂടുതൽ ടൈം കൊടുത്ത് അങ്ങനെ എഴുതാലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇപ്പൊ ഒരെണ്ണം എഴുതി കഴിഞ്ഞ അടുത്തയിലേക്ക് നമുക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരുടെയും ഒരു ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് എളുപ്പം നമ്മൾ ഈ പറയുന്ന 4ാമത്തെ ഇപ്പൊ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നും. ചിലർക്ക് തോന്നും അത് ലാസ്റ്റ് ചെയ്യാം, റൈം ബുക്കും സ്റ്റോറി ബുക്കും കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് തന്നെ കേട്ടോ. നിങ്ങൾ ടൈം എടുത്ത് ചെയ്യൂ. നമുക്ക് 5ാമത്തെ റെക്കോർഡ് നമ്മൾ ക്ലാസ് റൂമിൽ എഴുതുമായിരിക്കും. അപ്പൊ ആ സമയത്ത് മേക്ക് യുവർ സെൽഫ് ഫ്രീ. കാരണം റെക്കോർഡ് പിന്നീട് റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് ഇരുന്ന് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിലും നല്ലത് ഈ 8 to 9 ടൈം നമ്മൾ ഇതിന് ആ റെക്കോർഡ് എഴുതുന്ന സമയത്ത്. കാരണം എനിക്കറിയാം പലരും ഇങ്ങനെ ഡിന്നർ കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറി അരിയുന്നതിന്റെ ഒക്കെ ഒപ്പായിരിക്കും ക്ലാസ് കാണുക. പക്ഷെ 5th റെക്കോർഡ് എഴുതുമ്പോൾ ആ പണികളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് വേണം എഴുതാൻ. കാരണം അത് ഈ ടൈമിൽ അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ ആ റെക്കോർഡ് അങ്ങ് കംപ്ലീറ്റ് ആവും. ഞാൻ അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ഒരുമിച്ച് തന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതിനു മുമ്പ് ഒരു മിനി റിസർച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് നാളെ തരും. ഓരോന്ന് ആക്കിക്കൊണ്ടിരിക്കുക. അത് മാത്രല്ല ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എഴുതേണ്ട ഫോർമാറ്റ് അതും സർവേയും മിനി റിസർച്ചും കൂടെ, സർവേ തന്നെയല്ലേ മിനി റിസർച്ച് അല്ല, അത് ഒരുമിച്ച് നാളെ തരാം. കാരണം ചോദിച്ചോട്ടെ ചോദിച്ചു. ടീച്ചർ ഇപ്പൊ എക്സാം ഓൺലൈൻ ആയിരിക്കും എന്ന് പറഞ്ഞല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് പ്രത്യേക ഒരു സെന്ററിൽ ഇരുന്നിട്ടാണോ അതോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാ അതിന്റെ തന്നെയായിരിക്കും? ഓൺലി തിങ് യു ഹാവ് ടു ഓൺ യുവർ വീഡിയോ ഓൺ ചെയ്യണം. എക്സാം നടക്കുന്ന ടൈമും ഈ 8 to 9 ആയിരിക്കും. അതാണ് ചോദിച്ചതേ. എന്തോ നെറ്റ് ഇഷ്യൂ ചില ടൈമിൽ നമുക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പൊ എക്സാം ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് വരാൻ പറ്റിയല്ലോ. അതാണ് ചോദിച്ചത്. അത്